സലാം ഗൈസ്, എന്തല്ല ഞാൻ ദേ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി മേളിലോട്ട് പോവാണ്. മേളിലെന്ന് വെച്ചാൽ സീനിയേഴ്സിന്റെ അടുത്ത് നമ്മുടെ കുറച്ച് കമ്പനിക്കാരുണ്ട്. അപ്പൊ എല്ലാരും കാണാം ഈ വീഡിയോയില്. ടാടാ, ചെസ് നമ്പർ 1 ആദിൽ, 2 അമീൻ. ഇതൊക്കെ എന്ത് ആഹാ, എന്താ അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദില് സെംബ്രേക്കിന്റെ അവധിയൊക്കെ അടിച്ചു പൊളിച്ചിട്ട് അവൻ വന്നിട്ടുണ്ട്. ഇതേത് മീനാണ്? നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? കിട്ടിയില്ലേ, ഇരിക്കട്ടെ, എന്റെ ഒരു സന്തോഷം. അവൻ നമുക്ക് നല്ല മീൻ പെരട്ടിയത് മീൻ കറിയും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പൊ നമ്മുടെ ഊണടി പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് അരി ഊറ്റാം. അയ്യോ, എഡിറ്റർക്ക് പ്രത്യേകം ഒരു താങ്ക്സ്. എന്റെ വീഡിയോയിൽ എന്നെ ഇട്ട് തന്നെ കുണച്ച്. ഇവിടെ ആദിലിനെ കണ്ടോ നിങ്ങള്? കാണത്തില്ല, എന്നെക്കാട്ടിലും ഉയരങ്ങളിലാണ് അവൻ. അയ്യോ, ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലർ ആയിരുന്നു. സ്ക്രീൻ സ്പേസ് പറയല്ലേടാ. ഒന്നും പറയാനില്ല അമീൻ, ഈ ചാനലിന്റെ ഐശ്വര്യം. എന്താണ് നിനക്ക് വേണ്ടതെന്ന് ഞാൻ ഒരു ദിവസം അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ബിൻസി എനിക്ക് വേണം സ്ക്രീൻ സ്പേസ്. നാച്ചുറൽ ആയിട്ട് വന്നതാ ഇത്. അവൻ എന്ത് ചെയ്യാനാ, പാവൻ ചെക്കൻ. എന്തുവാ ഇത്? മീനൊക്കെ കണ്ടപ്പോൾ എന്റെ സന്തോഷം കാണുമായിരുന്നു. ഈ ആവൂലിയൊക്കെ ഞാൻ കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞ. വീട്ടിൽ വെക്കാത്തയാണോ വെച്ചപ്പോ കഴിക്കാത്തയാണോ എന്നൊന്നും അറിയത്തില്ല. നോക്കൂ, പിന്നെ ആദിൽ അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. എന്തൊരു ഡിസിപ്ലിൻ. അടുത്തത് ചെസ് നമ്പർ 3 അഫ്ഷാൻ. ഹലാൽ മാന്യനാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, വയർ നിറഞ്ഞു. അതിനെന്താ പറയാ, ഇപ്പോഴാണ് റാഹത്തായത്. ഒരു മീൻ കഴിക്കാൻ കൊതിച്ച എനിക്ക് ഇത് കിട്ടിയതിൽ സന്തോഷം മാത്രം. സ്പെഷ്യൽ താങ്ക്സ് ടു ആദിൽ, പിന്നെ ഇത് കൊടുത്തുവിട്ട് ആദിൽ ഉമ്മച്ചി. അപ്പൊ മക്കളെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോ ലവ് യു ആൻഡ് സവ്.